എന്താ കുഞ്ഞാപ്പ ഇവിടെ എങ്ങനെ ഇരിക്കണ്? കല്യാണത്തിനൊക്കെ പോയി വാവാ. എന്നിട്ട് ക്ഷീണം കാലം ഉറങ്ങി കുറച്ചേരാ. പിന്നെ ഇവിടെ ഇരുന്ന് കിടന്ന് വാങ്ങാണ്ട. പിന്നേര് അനിയും വരും നോക്കുന്ന പറഞ്ഞു. ഈ മണ്ണിലായിരിക്കണ്. പിന്നേര് അനിയും കാണാനില്ല. അത് ശരി. വരില്ലേ? അപ്പൊ വന്നിട്ട് അയ്യൊന്നിരിക്കണ്. വരാളവർ ഇങ്ങോട്ട് വരില്ലേ? വരാളെ വരുന്നവര് പിന്നേര് വരും. അപ്പൊ നോക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്നാ ഉമ്മ പുറത്തേക്ക് വയ്ക്കണം. അവൻ വരുന്നുണ്ടെങ്കി അമ്മയോട് പോയിട്ട് പറയാനാ? അതിനാവൂലേ? ആൾക്കാരില്ല, എന്നോടല്ലേ നോക്കാൻ പറഞ്ഞിരിക്കണേ. അതിനാവും. അപ്പൊ അങ്ങനെ കൊറേ നേരമായി നിന്ന് ആരും കാണാനില്ല. എങ്ങനെ ഇരിക്കന്നെയാണ്. അപ്പൊ ഉമ്മയോട് പോയിക്കാണ്. എന്നാ മൂത്തമ്മയുടെ പരിഭാവം തീർക്കാൻ വേണ്ടി പോയതാണ്. എന്താണ് മൂത്തമ്മ ഇന്നലെ കണ്ടില്ലേ? മുത്തമ്മ ഒരു ഉപ്പിട്ട മുളക് ഇട്ട് ഇല്ലെങ്കിൽ അപ്പൊ എത്തും. മുത്തമ്മക്ക് ആരാണ് പോയി പറഞ്ഞു കൊടുക്കണത്? എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് വെച്ചിക്കണാന്ന് പോയി വെച്ചിക്കണാന്ന് ചോദിച്ചുകൊണ്ട് കയറും മുത്തമ്മ. അപ്പൊ ഇന്നലെ പരിഭാവമായില്ലേന്ന് മുത്തമ്മക്ക് കുമ്പളങ്ങ കൂട്ടാൻ കൊണ്ടുകൊടുത്തില്ലേ ഞാന്. അപ്പൊ മൂത്തമ്മ ആരോടൊക്കെ പറയണ്ടേ എന്തെന്ന് ഇങ്ങനെ പറയണേ മുത്തമ്മക്ക്? ഞങ്ങള് പഴയ മാതിരി ഒന്നല്ല, കുഞ്ഞാപ്പും വരില്ല. അതൊന്നല്ലടാ, ആ സെറ്റാന്റെ ഒരു കൂട്ടുകാരുണ്ട് ഇവിടെ, ആ ഭാഗത്തുണ്ട്. ഇവിടെ എന്തെങ്കിലും കഴിഞ്ഞതൊക്കെ ഓളാണ് വിളിച്ചത്. അത് സെഫിയ നേരിട്ട് മൂത്തമ്മാനോട് പറയും. മൂത്തമ്മാക്ക് പിന്നെ അതിന്റെ പരിഭവമാണ്. വന്നുണ്ടല്ലോ അതാണ് ആ പയ്യന്റെ പേര് ആയിഷ. ആയിഷ സെഫിയാന്റെ ഒപ്പം പഠിച്ചതാണ്. ആ പെണ്ണങ്ങനെ ആപ്പളിയും തെറ്റിട്ട് ഇപ്പൊ പറയാണ്. അപ്പൊ ഞങ്ങളെന്തെങ്കിലും കാട്ടുന്നതും ചിലപ്പോ ഞങ്ങൾ നെയ്ച്ചോറിന് ഉണ്ടാക്കിയതും പറയാ ഓരോട് നല്ല കഴിച്ചലാണ്, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാക്കലാണ് പണ്ട് വിളിച്ചറിയും. മുത്തമാക്കൊരു പരിഭവം. ഞങ്ങൾ നിനക്ക് കൊടുക്കുന്നത് ഞങ്ങൾക്കൊന്നും തരുന്നില്ലല്ലോ എന്നുള്ളൊരു പരിഭവം മുത്തമാക്ക്. ഞങ്ങളതിനെ ഇപ്പൊ കഞ്ഞില്ല ചടക്ക ഞങ്ങൾ തന്നെ എന്നോട് പറയാനും ഉമ്മ അവിടെ നിന്നൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നിന്ന് ഞാനും ഞങ്ങളൊക്കെ ഇത് പഠിച്ചവനക്ക് അള്ളാഹ്ക്ക് അറിഞ്ഞാൽ മതി. എല്ലാവർക്കും ഉണ്ടാകും വിഷമങ്ങളും ബുദ്ധിമുട്ടൊക്കെ കുഞ്ഞാപ്പൂ. അതല്ല ഈ ഇതിന്റെ റിപ്പയറിന് കുറച്ചൊക്കെ ആയിട്ടിന്നല്ലോ. അതന്നെ തന്നെ എന്നോട് പറയാന് ഇത് റിപ്പയറിന് കായിട്ടിട്ട് ഇത് അമ്മായിന്റെ മുകളിൽ കായ് കളിച്ചിരുന്നത്. ആ കായിന്റെ കൊടുത്ത് ഓർക്ക് കൊടുക്കാനുള്ള കൊടുത്ത്. പിന്നെ വേറെ അല്ലാതെ ചില്ലാറ പണിയൊക്കെ എടുത്ത് അതിനും കൊടുത്ത്. പിന്നെ എന്താ ചില്ലാറ പൈസ അമ്മ കടം മേടിച്ച് അതും കൊടുത്ത്. ഇപ്പൊ പോത്തുമാരൊക്കെ വിചാരമുണ്ട് ഞങ്ങൾ കായ് കിട്ടിയപ്പോ കളായി മാറിക്കണ്, അത് തിന്നിരിക്കണെന്നാണ്. ഞങ്ങൾക്ക് ഇത് കായിട്ട് എന്നോട് പറയാന് ഇനി അതിൻ്റെ ഉള്ളിൽ കൊറേ പണികൾ ചെയ്യാണ്ട് ഇവിടെ ഒക്കെ തേക്കാനുണ്ട്. അതിനൊന്നും കാര്യമില്ല. ആ വയറിങ്ങിന്റെ അതൊക്കെ മാറ്റി വെക്കാണ്ട് അതിന് കായ് കൊടുത്ത് ആ ചെക്കൻ ഇന്ന് വരും നാളെ വരും കാത്തിരിക്കുകയാണ്. ഇവിടെ കായ് കഴിയും ചെയ്തു. ഇനിയിപ്പോ ആ ചെക്കനോട് അറിഞ്ഞിപ്പോ ചെക്കൻ അടക്കട്ടെ കുറച്ചെങ്കിൽ വിളിക്കാന്ന് നല്ലത് കഴിയും ചെയ്തു. പിന്നെ വേറെ പണിയൊന്നും ഇല്ല, ഇതിനെടുത്ത് നിന്നല്ലേ. ആൾക്കാരെ വിചാരം എന്താ കജ്ജിൽ കായിന്റെ ആയിട്ട് ഞങ്ങൾക്ക് അഹങ്കാരം കൂടി നമ്മ പറഞ്ഞത്. ഇവിടെ എന്താ അഹങ്കാരാണ് വിളിക്കാൻ പാകില്ലാത്ത ആൾക്കാര്. നിങ്ങള് വേറെ ആരാ മൂക്കുമ്മന്നല്ലേ ആരാ പറഞ്ഞത്? മൊത്തമാക്കുമ്പോ തല കഴിഞ്ഞിരിക്കണ്. ചെല്ലായിട്ടാവുകയാണെങ്കിൽ അത് പരിഭവം വേറെ. അങ്ങനെയൊക്കെ ആയിട്ട് ഉമ്മണ്ട് പോയിട്ടുണ്ട്. മൂത്തമാർക്കും പോകണം എന്നല്ലാണ്ട് പോയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞാപ്പോ അവിടെ കുറെ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പുറത്തെ വീട്ടില്. കുട്ടികളൊക്കെ കളിക്കണ്ടല്ലോ അവിടെ. ഓരോർക്ക് വിരുന്നേരം എക്കോളം ഇല്ലല്ലോ. എക്കോളം ചെക്കന്മാര് വന്ന് കളിക്കുക. എല്ലാണെങ്കിൽ കളിക്കാനും കൂട്ടും. ഞാൻ കൊറേ പറഞ്ഞ ഭക്ഷണമൊക്കെ ചിരിക്കുക. ഇതൊന്നും വര നിങ്ങളൊന്നും വരില്ല ഞങ്ങൾക്കും കളിക്കാനും പറഞ്ഞു. എന്താ ചെക്കന്മാരെ അഹങ്കാരങ്ങള് പിന്നെ കളിക്കാൻ കൂട്ടിക്കൂടെ അല്ലേ? ചെക്കന്മാരൊക്കെ എന്നെ വന്നിട്ട് മേടണമായിക്കോ ഇവിടെ ഇരുന്നിട്ട്. എന്റെ അമ്മയോട് പറഞ്ഞു. പിന്നെ പിന്നെ അവർ കാട്ടാൻ വന്നാൽ അപ്പൊ എന്റെ അമ്മയോട് പറയും. അതോടെ ഓരോ ഇങ്ങോട്ട് വരില്ല എന്തായാലും. കുഞ്ഞാപ്പ എന്താ എന്നിട്ട് തിന്നാ കല്യാണത്തിന് ബിരിയാണി നിന്ന് ഇരിക്കടാ ഒക്കെ വന്ന്. ശരി എല്ലാം വെട്ടി പണിയുണ്ടാവൂലേ? ഇല്ലടാ ഒരു 3-4 പ്രാവശ്യം കൊണ്ടിട്ടുള്ളൂ. പിന്നെ വെച്ചാതായി പായസം കുടിച്ചപ്പോ വെച്ചാതായി. അപ്പൊ ഇവിടെ വന്ന് ഇരുന്ന് ഇമ്മതാ വിരുന്നേര് വരും നോക്കാൻ വേണ്ടി ഇരിക്കണം. എന്തായാലും വിരുന്നേരെ കാണാനില്ല. പോയിട്ട് പറയാനായ കുറച്ച് നേരമായിക്കണം. വിരുന്നേര് അന്നമ്മ പറയാൻ പറഞ്ഞിരിക്കണേ. അപ്പൊ ഇവിടെ വന്നിരിക്കണം. അത് ശരി. വിരുന്നേര് വരുമ്പോ അമ്മ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ തിരിച്ചു പോകൂലേ? എന്താ അറിയില്ല. ഇവിടെ വന്നാ ഇവിടെ തന്നെ പറഞ്ഞാലേ ഇവിടെ ഇല്ല. അപ്പൊ ആരപ്പ വരുന്നത്?
അതൊന്നല്ല അവിടെ കുറെ ഓമക്കായി കൊണ്ടുവച്ചിട്ടുണ്ട് ഉമ്മ. ആ അത് കാണിച്ചിട്ടോ ഉമ്മ ഏതാ വളർത്തി അത് ശരി. ആ ചക്കി ഓമക്കായ കിട്ടിട്ടുണ്ട് ആ ആ പെരോടിന് അപ്പൊ ചാലുവാടത്തിനോടും കിട്ടിയതാണ്. ആ ഇനി വിന്നർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണ്ടില്ലേ. അപ്പൊ ആൻ്റെ ഇവിടെ പറഞ്ഞാൽ മതിയല്ലോ. ആ അത് നല്ലൊരു ഐഡിയ ആണ്. അല്ല ഉള്ളി കയറിയപ്പോ അതൊക്കെ എടുത്തോണ്ടു അല്ലേ? ഒന്നും എടുത്തോണ്ടാവൊന്നുമില്ല, കാണൂലേ. പിന്നെ മോശത്തരല്ലേ അവർക്ക് കൊടുത്തില്ലെങ്കിൽ. ആ ശരി. അങ്ങനെ അങ്ങനെയാണ് മോനെ, ആ അങ്ങനെ പോവുകയാണ്. മൂത്താപ്പാന്റെ പേരൊന്നും ഇപ്പൊ ഇല്ല കൊറേ ആയിട്ടല്ലേ? ഞാൻ ഒരു ദിവസം പോണം, മുത്താപ്പാക്ക് അന്ന് വെച്ചാന്നൊക്കെ പറഞ്ഞു. ഇനി പോണം മുത്താപ്പ അടുത്ത് എന്തായാലും. ഒന്ന് പോയി നോക്കി കൂടെ? പാവല്ലേ. എന്തായാലും പോയി വരട്ടെ, എന്നിട്ടേ ആ നാളെ മറ്റന്നാളൊക്കെ പോണം. ഒന്ന് പോയി നോക്കിക്കളാ. അത് ലൈസ് വാങ്ങാൻ കൊറേ പൈസ ഒക്കെ തന്നല്ലേ? പാവല്ലേ മുത്താപ്പ. മൂത്തമ്മ വെച്ച പാവാണ്, മുത്താപ്പയും പാവാണ്. ആ മൂത്തമ്മാനെ ആൾക്കാരിങ്ങനെ തല കയറ്റി കൊടുക്കുമ്പോ മൂത്തമ്മ അങ്ങനെ ഇതാവുകയാണ്. മൂത്തമ്മ വിചാരിക്കുണ്ടാവും ഞങ്ങളോടൊപ്പം ബിരിയാണി വളമ്പി തിന്നുള്ളത്. ചെലപ്പോ അങ്ങനെ ആവും. അപ്പൊ മൂത്തമ്മക്ക് ഇങ്ങനെ ഇതായി തോന്നാവേ, വയസ്സായില്ലേ. ആ അമ്മ പറയും വയസ്സായില്ലേ താത്താക്ക്, ഇനിയിപ്പൊ ഒന്നും അത് നോക്കണ്ട. ആ എന്നാ ഇനി കുഞ്ഞാപ്പോ ഇജ്ജിവിടെ ഇരുന്നോ, ഞാൻ പോട്ടെ. ഇത് പോയിക്കന്ന ഞാൻ എല്ലാരും കാത്തിരിക്ക. ഇവിടെ ഇരിക്കന്നെ, ഞാൻ പോയിട്ടാ.